മെനക്കെട്ട പണിയാ ഇങ്ങനെ ഒരുത്തന്നെ പുറകെ നടക്കുന്നത്. അടുത്ത വിലപിടിപ്പുള്ളതല്ല ഇവൻ്റെയാ, ഫ്രാൻസി. ഏയ്, എൻ്റെ കണക്കൂട്ടിലൊന്നും അങ്ങനെ തെറ്റിയിട്ടില്ല. ചുറ്റിനും നമ്മുടെ ആൾക്കാരുണ്ട്. അവൻ ആരായാലും ഇവനെ തേടി വരും. അതെപ്പോഴാ എങ്ങനാന്ന് അറിയാത്തത്. വിളിക്കടാ. Come on, man. I'm waiting. ഈ ചുറ്റും കിടക്കുന്ന കാറുകളുണ്ട്, അതിൽ മൊത്തം അവൻ്റെ ആളുകളാണ്. ബട്ട് ഒരു റാറ്റ് ആ കൂട്ടത്തിലുണ്ട്. Patrick, who was that? Did you see him? Tell me. മരണമൊഴി എടുക്കുകയല്ലേ? യെസ്, ഞാൻ കണ്ടു, വളരെ വ്യക്തമായിട്ട് കണ്ടു. Then tell me. നിങ്ങൾ ആദ്യം എൻ്റെ ജീവൻ രക്ഷിക്കേ, അല്ലെങ്കിൽ എനിക്കറിയാം നിങ്ങൾ എന്നെ തീർക്കും. Hey, Patrick, who is it? Tell me. ഞാൻ പറഞ്ഞനുസരിക്ക്. ഹലോ, ഈ രേഖാചിത്രം വരയ്ക്കുന്ന ആളിനെയും മൊഴിയെടുക്കാൻ മജിസ്ട്രേറ്റിനെയും ഇമ്മീഡിയറ്റ്ലി മെഡിക്കൽ കോളേജിൽ എത്തിക്കണം. മെഡിക്കൽ കോളേജിലേക്കല്ല സർ, ഈ സിറ്റിയിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റലിലേക്ക്. ഓക്കെ പാട്രിക്. ഇവിടെയുള്ള ആൾക്കാരെ കൊഴിപ്പിക്കണം. ഓക്കെ സർ. ഈച്ച് ആൻഡ് എവറി കോർണർ ഷുഡ് ബി അണ്ടർ അവർ കൺട്രോൾ. ഓക്കെ. ഒറ്റൊരാളെയും ചെക്ക് ചെയ്യാതെ അകത്തേക്ക് കടത്തി വിടണ്ട. ഗേറ്റ് കടന്നു വരുന്ന വാഹനങ്ങൾ പ്രത്യേകം ചെക്ക് ചെയ്യണം. Patrick, who has done this to you? Come on, tell me. Yeah. Patrick, I'm asking you, who has done this to you? Come on. Come on, bloody hell, Patrick, tell me who has done this to you? Sir. Patrick. Sir, നിങ്ങളൊന്ന് പുറത്ത് വെക്കണം പ്ലീസ്. ഇവിടെ മുഴുവൻ നമ്മുടെ നിയന്ത്രണത്തിലാണ് സാർ. നമുക്ക് ചുറ്റുമുള്ള നിഴലിനെ പോലും വിശ്വസിച്ചുകൂടാ. വെട്ടം വീഴുമ്പോൾ അത് മാഞ്ഞു പോകും. ഡോക്ടറാണോ താൻ തിട്ട് തേങ്ങ താ കൊറേ നേരം ഇങ്ങനെ കുത്തി കുറിച്ചിട്ട് താൻ പരിശോധിക്കണോ? നിങ്ങളാരാണ്? ഞാൻ ആരാണെന്ന് പറഞ്ഞാലേ താൻ പരിശോധിക്കുള്ളൂ. ഇയാളാരാണ് കയറ്റി വിട്ടത്? എനിക്കിങ്ങനെ കയറി വരാൻ ഒരാളുടെ സഹായം വേണ്ട, താൻ പരിശോധിക്കണോ? ചേട്ടാ ശ്വാസതടസ്സമാണ്, ഓക്സിജൻ കൊടുക്കുന്ന കണ്ടില്ലേ? നിങ്ങളൊന്ന് പുറത്തേക്ക് പോയെന്നേ. ഇവിടെ വേറെ വിവരവും വിദ്യാഭ്യാസമുള്ള ഡോക്ടർമാർ ആരില്ല ഇവിടെ. എന്റെ അളിയന്റെ കാരണമാവാൻ ഇവനേ ഉള്ളൂ. എടാ താനെന്ന് പുറത്തു പോയേ? ഞാൻ അവിടുത്തെ ഡോക്ടറല്ലേ? ആണോ? എന്നാ താൻ പുറത്തു ഞാൻ പോകോളാം.
എൻ്റെ രണ്ടാമത്തെ ഭാര്യയ്ക്ക് ആകെ ഒരു ആങ്ങളേ ഉള്ളൂ. ആളടി തെക്കോട്ട് എടുക്കാൻ കിടക്കണ്. എൻ്റെ പൊന്നളിയൻ അളിയാ നോക്കി നിൽക്കാതെ ഒരു എക്സ്റേ എങ്ങനെ എടുക്കണോ? അതേ അളിയൻ വിളിച്ചു. എന്താ അളിയാ? ഒന്ന് പുറത്തു പോയി നിക്കടാ ശാവമേ. ശരിക്കും തനിക്ക് എന്താ അസുഖം? ഡോ ഇങ്ങനെ ചുമക്കാതെ, ഇതൊരു ആശുപത്രിയല്ലേ? എത്ര ആളായി തുടങ്ങിയിട്ട്? ഒരു മാസം. അപ്പൊ തനിക്ക് ഈ അസുഖത്തിനൊക്കെ വേറെ വല്ല ഡോക്ടറെ കണ്ടാ പോരെ? പിന്നെ വേറെന്താ അസുഖം? നടക്കുമ്പോ കാല് വരെ എടുക്കണ്ട്. ഓ, ഒരു MRI എടുത്തേക്കാം. അതിന് MRI വളരെ നല്ലതാ. മൈക്കിൾ ഒന്ന് വാ. നിനക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റിയുടെ കുറവുണ്ട്. കാഷ്വാലിറ്റിയിൽ ആള് വന്ന ടെസ്റ്റും സ്കാനും ഒക്കെ ആവശ്യത്തിന് എഴുതണമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? അതെ, ആവശ്യത്തിനല്ലേ സാർ വേണ്ടു. മോനെ മൈക്കിളെ, നിനക്ക് എഴുതാൻ പറ്റുമെങ്കിൽ എഴുത്. ഈ കാഷ്വാലിറ്റിക്കൊക്കെ ഒരു ടാർഗറ്റ് ഉണ്ട്. അത് മറ്റുള്ളവർക്കാകാമെങ്കിൽ നിനക്കും ആകാം. അല്ലെങ്കിൽ നിന്റെ കാര്യത്തില് ഈ ജെയിംസിന് ഇടപെടേണ്ടി വരും. അത് ചിലപ്പോ നിനക്ക് നല്ലതിനാവില്ല. എല്ലാരെയും മോശക്കാരാക്കിയിട്ട് അങ്ങനെ ഒരാൾ മാത്രമേ കരിച്ചിൽ തന്നെ ആവണ്ട കേട്ടോ. ഒരു കരാട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു കലാകാരൻ കൂടിയാണ്. അവൻ ഒരുവന്റെ ശരീരം മാത്രമല്ല മനസ്സും കീഴടക്കാൻ പറ്റും. കേട്ടിട്ടില്ലേ? ജാക്കി ചാൻ, ബ്രൂസ് ലീ, ജെറ്റ് ലീ, ടോണി ജാ. നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലെ ഒരാളെ കോച്ചായിട്ട് കിട്ടിയെന്നുള്ളതാണ്. ഒരു കായിക താരം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് പണമുണ്ടാക്കാൻ പറ്റും, പ്രശസ്തി ഉണ്ടാക്കാൻ പറ്റും, അംഗീകാരങ്ങൾ ഒരുപാട് കിട്ടും. അതിനുള്ള വഴികൾ എന്താണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് മാത്രമാണ് മറ്റുള്ള കോച്ചുകളിൽ നിന്ന് ഞാൻ വ്യത്യസ്തനായിട്ട് മാറുന്നത്. ഇതൊക്കെ അറിഞ്ഞ് ചേട്ടൻ എന്താന്നും കിട്ടാഞ്ഞേ? ചേട്ടൻ സാർ സാറിന്റെ വായിലുള്ളത് മുഴുവൻ നിങ്ങൾ കേൾക്കും. കൊച്ചിന്റെ കൈ ഓടിക്കല അഭ്യാസം ഇവിടെ എന്താ നടക്കുന്നത് എനിക്കറിയണല്ലോ. അല്ല, പിള്ളേരുടെ പ്രാക്ടീസിനെ പറ്റി പോയതാണ്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ. ഇല്ല, ജെറാഡ് കരുത്തിക്കുട്ടി ചെയ്തതാ. അവൻ എന്നോട് ദേഷ്യമുണ്ട്. ആരെ ഈ ജെറാഡ്? ജെറാഡ് പീറ്റർ. അവന്റെ ഒരു മങ്കി സ്റ്റൈൽ ഹെയർ കട്ടും. എടാ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പാടി തന്നിട്ടുണ്ട്. പ്രാക്ടീസിനിടയിൽ പേഴ്സണൽ ഡ്രൈവറിൽ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നോട് ഞാൻ. എനിക്കറിയില്ലായിരുന്നു അവന്റെ കൈ തൊട്ടാവടി ഒന്നാണെന്ന്. ഒറ്റ പഞ്ചു വെച്ചാണല്ലേ? അല്ല, മനഃപൂർവ്വം അല്ല. അല്ല മാസ്റ്റർ, ജെറാഡ് ഗേൾസിനോട് മോശമായിട്ട് പെരുമാറാറുണ്ട്. ഗേൾസിന്റെ കൂടെ മത്സരിക്കണത്ര. മറിയനോടും റിയനോടും മോശമായിട്ട് സംസാരിക്കാറുണ്ട്. ഫൈനൽ വാർണിംഗ് ആണ്.